നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ മാസം 12-ാം തീയതി 1200-ാം ആണ്ട് മീനമാസം 29-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ആഴ്ച ശനിയാണ്, പക്ഷേ ഇന്നത്തെ നക്ഷത്രം അത്തൻ നക്ഷത്രമാണ്, മീനമാസത്തിലെ അത്തൻ നക്ഷത്രം. അപ്പോൾ നക്ഷത്രം കൊള്ളാം, ദിവസം കൊള്ളൂല എങ്കിലും ഇന്നത്തെ ദിവസത്തിനൊരു പ്രാധാന്യമുള്ളത് ഇന്ന് പൗർണമിയാണ്, വെളുത്ത വാവാണ്. പൗർണമിക്കൊരു പ്രത്യേകതയുള്ളത് എന്ത് ഇരുട്ടിനെയും വെളിച്ചമാക്കാൻ ശക്തിയുള്ള ദിവസമാണ് പൗർണമി ദിവസം. ഇന്ന് ശനിയാഴ്ച എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും ഇന്ന് പൗർണമി ദിവസം പ്രകാശത്തെ പ്രദാനം ചെയ്തു തരും, എന്ത് നെഗറ്റീവ് ദോഷത്തെയും മാറ്റും. ഇന്ന് അത്തൻ നക്ഷത്രം വന്നു ഒക്കെയാണെങ്കിൽ പോലും ഇന്നത്തെ ദോഷ ശമനം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് നമുക്കിന്ന് എന്ത് കാര്യത്തിന് വേണോ ഇറങ്ങാം, പൗർണമിയുടെ സപ്പോർട്ടുണ്ട്. പൗർണമി നമ്മളെ കൂടെ നിൽക്കും, ആ പ്രകാശം നമ്മളെ കൂടെ ഉണ്ട്, അത് നമുക്ക് ഐശ്വര്യപ്രദമായി തീരും. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് അത്തൻ നക്ഷത്രക്കാർക്ക് ചിന്തിക്കേണ്ടത്. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ശനി ചെറിയ ചെറിയ തടസ്സങ്ങളെ കൊടുക്കും എന്നുള്ളതിന് സംശയം വേണ്ട. എങ്കിലും പൗർണമി ദിവസമായതുകൊണ്ട് നമുക്ക് എല്ലാത്തിൽ നിന്നും അതിജീവിച്ച് പോകും. എന്തൊക്കെ വന്നാലും അതൊക്കെ ഓവർകം ചെയ്തു പോകാനുള്ള ഒരു ഐശ്വര്യ അവസ്ഥ നിങ്ങൾക്കുണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട. അതുകൊണ്ട് നിങ്ങൾ വലിയ ഭയക്കേണ്ട ആവശ്യമില്ല. കുറേ നേട്ടഫലങ്ങളെ കൊടുക്കുന്ന ഒരു വർഷമായിരിക്കും നിങ്ങൾക്കെന്ന് വിചാരിച്ചോളുക. പൗർണമി ദിവസം വന്നതുകൊണ്ട് ചെറിയ തടസ്സം വന്ന് പേടിക്കേണ്ട. തടസ്സത്തിലൂടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ചില സ്റ്റാർട്ടിങ് ട്രബിളെല്ലാം ഉണ്ടാവും, ചെറിയ ചെറിയ അസുഖങ്ങളുണ്ടാവും. അപ്പോൾ തടസ്സവും അസ്വസ്ഥതയും സാമ്പത്തിക നഷ്ടങ്ങൾ വരുമെങ്കിലും വലിയ നഷ്ടമൊന്നും നിങ്ങൾക്ക് വരത്തില്ല. അതുകൊണ്ട് ശനിയും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പൗർണമിയുടെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങാമെന്നൊക്കെ ഞാൻ പറഞ്ഞു. പൗർണമിയുടെ സപ്പോർട്ടുണ്ട്. എങ്കിലും രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം. 9:22 തൊട്ട് 10:54 വരെയാണ് രാവുകാല സമയം. 9 തൊട്ട് 10 വരെ ഇട്ടിട്ടുണ്ടെങ്കിലും 9:22 തൊട്ടേ തുടങ്ങുള്ളൂ. 10:54 വരെ രാവുകാല സമയമുണ്ട്. ഇത് യാത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. യമകണ്ഠ കാല സമയവും ഗുളിക കാല സമയവും എല്ലാ ശുഭകാര്യങ്ങളിൽ നിന്നും മാറ്റിവെക്കുക. ഗുളിക കാല സമയം വരുന്നത് 6:19 തൊട്ട് 7:51 യമകണ്ഠ കാല സമയം വരുന്നത് 3:57 തൊട്ട് 5:28 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്നും നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12:01 തൊട്ട് 12:49 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഈ സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമായ സമയമാണ്. അപ്പോൾ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. കറുത്ത വസ്ത്രം അല്ലെങ്കിൽ നീല വസ്ത്രം വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.